Hi guys, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. ഹനാസത്തിൽ വേൾഡിൽ എല്ലാവർക്കും സ്വാഗതം. So today I got 300 family members. On the other days I told you that I shared with you a happy news that 200 subscribers. Now I got 300 subscribers. So thank you for your big support. Thank you so much. So friends who did not watch my olden videos, so please watch my old videos and like, share, subscribe and press that small bell icon too. So you have to watch 3 minutes, then all you have to subscribe, like, share and comment down below. സ്പെഷ്യൽ ആയിട്ടാണ്. നിങ്ങളെല്ലാവരും പലതരം ചിക്കൻ ബിരിയാണീസ് കേട്ടിട്ടുണ്ടല്ലേ? മലബാർ ബിരിയാണി, മലബാർ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി, അങ്ങനെ കുറേ ചിക്കൻ ബിരിയാണീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂജൻ ചിക്കൻ ബിരിയാണി 2020. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് സ്കിന്നോടുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി, നമ്മുടെ ഗ്രീൻ ചില്ലി ഞാൻ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത്ര തൈരോളം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ചിക്കനെ നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പുതിനയിലെ മല്ലിയിലെ നമുക്കൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നില്ല, പ്ലേറ്റിൽ തന്നെയാണ് അരിയുന്നത്. അപ്പോൾ നമുക്ക് അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഓരോ ടേബിൾ സ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ വെക്കാം. ഈ ചോറൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പീൽ ചെയ്തെടുക്കാം. സ്കിൻ റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളി പൊരിച്ചല്ല ഇടുന്നത്, ക്യാരറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ടെക്നിക്ക് കാണിച്ചു തരാം. നമുക്ക് കത്തി വെച്ചിട്ട് ഇതുമാതിരി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാം. സൂക്ഷിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പീലർ കൊണ്ട് ഇതിനെ അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ പീലർ വെച്ച് ചെയ്തതാണ്. നമുക്ക് ന്യൂഡിൽസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുമാതിരി ചെയ്താൽ മതി. കണ്ടോ? ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും നമ്മുടെ കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ നെയ്യിലോട്ട് കുറച്ച് നമുക്ക് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അതാ കണ്ടില്ലേ, ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കതിനെ മാറ്റാം. ഇനി നമുക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം, ഉണക്കമുന്തിരി. ഞാൻ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നത് എല്ലാത്തിനും ഡിഫറെൻറ്റ് മൂപ്പാണ്, അതുകൊണ്ടിട്ടാണ്. ഈ ക്യാരറ്റ് കൂടെ നമുക്കിതിലിട്ട് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റും ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ആ ബാലൻസ് വന്ന നെയ്യ് നമുക്ക് ആ പാനിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതേ പാനിൽ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3 സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് നമുക്ക് മുന്നിട്ട് നിൽക്കണം. ഇനി നമുക്ക് റൈസിലും ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ സവോളയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പ് എടുക്കാം. പുളി ഉള്ളതാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കാരണം ഒരുപാട് പുളി നമുക്ക് വേണ്ട. ഏകദേശം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വേറൊന്നും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ പച്ചമുളകിൻ്റെ കാര്യം, ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളകിൻ്റെതാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ, ഇതുമാതിരി നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ചിക്കനിൽ വെള്ളമുണ്ട് ഞാൻ എപ്പോഴും പറയും പോലെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നേരത്തെ അരിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ബാലൻസ് വന്നു, അതുകൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്തു. ഇത് കളയണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ലിഡ് എടുത്ത് ഗ്ലാസ് ലിഡ് വെച്ച് അടച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ചിക്കൻ വേകുന്ന സമയം കൂടെ നമുക്ക് ചോറിന് വേവിച്ചെടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുറച്ച് നെയ്യില്ലേ, അത് നമുക്കിതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് മതി. ആ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി അതിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് സ്പൈസസ് നമുക്ക് പട്ട, കഴയാമ്പൊക്കെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ റിമൂവ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം, ഇത് ടേസ്റ്റിനാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഈ സമയം കൊണ്ട്. അതിൻ്റെ ചോറിൽ കറക്റ്റാണ് ഉപ്പ്. ഇനി നമുക്കൊരു ഗ്ലാസ് ലിഡ് വെച്ച് തിളയ്ക്കാൻ നമുക്ക് ടൈം കൊടുക്കാം. അത് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കാരണം നമ്മൾ 4 പീസ് വലുതായിട്ടാണ് ചിക്കൻ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സൈഡേ വെന്തിട്ടുള്ളൂ, ഇനി അടുത്ത സൈഡ് നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം എൻ്റേത് കറക്റ്റാണ്, ഉപ്പ് പുളി എല്ലാം കറക്റ്റാണ്. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ ലഞ്ചിനുള്ളതാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ബിരിയാണിയാണ് ഇന്ന്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബിസിയാണ്, അതുകൊണ്ടാണ് എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് കൂടുതൽ. പിന്നെ എനിക്കൊരു ബേബി ഉണ്ട്, 5 month ആയ, അവൾക്കുള്ള ഫുഡ് കൂടെ ഇനി റെഡിയാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം, ചിക്കനിൽ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലെങ്കിൽ അതൊരു അല്പം കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഞാൻ നേരത്തെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി. പിന്നെ നമുക്കൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അരി നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കുതിർക്കാവൂ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ അരിയിൽ കയറേണ്ടതുണ്ട്. അടപ്പ് വെച്ച് അടച്ച് ഏകദേശം ഒരു 3/4 വേവ് നമുക്ക് അരി വേവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാ കണ്ടോ, ഏകദേശം ഇനിയൊരു കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ ഞാനൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇനി ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏകദേശം ചോറൊക്കെ നമുക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു 80% നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചിക്കനിലോട്ട് വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോറ് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഏകദേശം കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ബാക്കി ഈ വേവ് ഈ ചിക്കനിലിരുന്നാണ് വേവാനുള്ളത് ചോറ്. അപ്പോൾ ചോറ് ഞാൻ ചിക്കനിലോട്ട് അത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേവ് ചിക്കനിലിരുന്നാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നെയ്യ്, അതിലോട്ട് ഒരല്പം നമുക്ക് മഞ്ഞൾപ്പൊടി, അതായത് കളർ ചേർക്കുന്നതിന് പകരം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്കിതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ്, ഒന്ന് വെറുതെ. അപ്പോൾ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ക്യാരറ്റും അതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലിട്ട് വെച്ച് അടച്ച് എയർ ടൈറ്റാക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഉള്ളി ഇപ്പം നമുക്ക് മൂപ്പിച്ചതിലിടാം. ഇപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി ക്യാരറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട്, കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇരിക്കട്ടെ. എനിക്ക് നമുക്കിനി ഒരു നല്ലൊരു ക്ലോത്ത് വെച്ച് ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. എയർ ടൈറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായോ എന്നൊന്ന് നോക്കാം. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഞാൻ വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല, എല്ലാം ഹോം മെയ്ഡാണ്. കണ്ടില്ലേ? കണ്ടില്ലേ, നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിലുള്ളതിനെ പുറത്തോട്ടെടുക്കാം. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ യെല്ലോ കളറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ബാക്കി നമ്മുടെ വലിയ പീസായതുകൊണ്ട് ഒരുപാട് ചിക്കനൊന്നും അതിൽ കിടന്ന് മിക്സ് ആവത്തില്ല ചോറിൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് സംഭവം. ഞാൻ എണ്ണയും നെയ്യൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളിയായ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ഹനാ സലാമി സൈനിങ് ഓഫ്.